والسلام على من لا نبي بعده. صحيح ترغيب الترهيب كتاب النوافل التفصل الترغيب في صلاة الوتر ما جاء في من لم يوتر. വിത്തർ നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസും അതുപോലെ വിത്തറാക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫസ്ലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ റവാത്തിബും സുന്നത്തും അതിൽ മുഅക്കദായതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഫസ്ലുകളിൽ പറഞ്ഞത്. അതുപോലെ തന്നെ നഫ്ലുകളിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന നിസ്കാരമാണ് വിത്തറാക്കുക എന്നുള്ളത്, അഥവാ യാത്രയുടെ അവസാനത്തിൽ ഒറ്റയായി നിസ്കരിക്കുക എന്നുള്ളത്. عن علي رضي الله عنه قال الوتر ليس بحتم كصلاتكم المكتوبة ولكن سن رسول الله صلى الله عليه وسلم وقال إن الله وتر يحب الوتر فأوتروا يا أهل القرآن. علي رضي الله عنه പറയാണ് الوتر ليس بحتم كصلاتكم المكتوبة. വിത്ർ എന്നുള്ളത് നിങ്ങൾ 5 വഖ്ത് നിസ്കാരം പോലെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല, അഥവാ അതിന്റെ ഹുക്മ് അത് നിർബന്ധമാണ് എന്നുള്ളതല്ല. വലാകിൻ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ളതാണ്. വഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിത്റാണ്, ഏകനാണ്, ഒറ്റയാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു വിത്റിനെ. ഫൗതിറു യാ അഹ്ലൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആനിന്റെ ആളുകളെ അഥവാ മുസ്ലിമീങ്ങളെ പ്രത്യേകമായിട്ട് വിളിച്ചു പറയാതെ നിങ്ങൾ വിത്ർ നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ വിത്റിന് ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ അവസാനത്തിലാണ്. ഇനി ആരെങ്കിലും ആ സമയത്ത് എഴുന്നേൽക്കില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവർക്ക് രാത്രിയുടെ ആദ്യത്തിൽ തന്നെ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ഉറങ്ങാവുന്നതാണ്. അപ്പോൾ ഒറ്റയായി നിസ്കരിക്കുക എന്നുള്ളത്, ഒറ്റയാക്കിക്കൊണ്ട് അവസാനത്തിൽ നിസ്കരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വ്യത്യാസമായ യാത്രയിൽ പോലും ഒഴിവാക്കാതിരുന്ന നിസ്കാരമാണ്. وعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم من خاف أن لا يقوم من آخر الليل فليوتر أوله. നേരത്തെ പറഞ്ഞത് വിശ്വാസം പറയാണ്, ആരെങ്കിലും പിന്നെ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവൻ രാത്രിയുടെ ആദ്യത്തിൽ വിത്തറാക്കട്ടെ. വമൻ തമഅ അൻ യഖൂമ ആഖിറഹു ഫൽയൂതിർ ആഖിറൽ ലൈൽ, ആർക്കാണോ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷയുള്ളത് അവൻ അവസാനത്തിൽ വിത്തറാക്കട്ടെ. ഫഇന്ന സ്വലാത്ത ആഖിറിൽ ലൈൽ മഷ്ഹൂദത്തുൻ മഹ്ദൂറത്തുൻ, രാത്രിയുടെ അവസാനത്തിലുള്ള നിസ്കാരം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. കാരണം ആ സമയത്തിന്റെ പ്രത്യേകത അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന മഹത്തായിട്ടുള്ള സമയമാണ്. വദാലിക അഫ്ളൽ, അതാണ് അഫ്ളലായിട്ടുള്ളത്. രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. എന്നാൽ അതിന് സാധിക്കില്ല, എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്നെല്ലാം ഭയപ്പെടുന്നവർ രാത്രിയുടെ ആദ്യത്തിൽ തന്നെ വിത്ർ നിസ്കരിച്ച് ഉറങ്ങാവുന്നതാണ്. وعنه رضي الله عنه قال قال رسول الله صلى الله عليه وسلم يا أهل القرآن أوتروا فإن الله وتر يحب الوتر. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളോട് വിത്റാക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അല്ലാഹു അത് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് അറിയിക്കുന്നു. വേറെ റിവായത്തിലും അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. وعن أبي تميم الجيشاني قال سمعت عمرو بن العاص رضي الله عنه يقول أخبرني رجل من أصحاب النبي صلى الله عليه وسلم أن رسول الله صلى الله عليه وسلم قال إن الله عز وجل زادكم صلاة فصلوها فيما بين العشاء إلى الصبح الوتر. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധികരിപ്പിച്ച് തന്നിട്ടുള്ള നിസ്കാരമാണ് ഇശാഇന്റെയും സുബഹിന്റെയും ഇടയിലുള്ളത്, അഥവാ രാത്രി നിസ്കാരവും വിത്ര എല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു വിത്ര നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഗൗരവത്തിൽ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്, ഇപ്പൊ ഇമാം അഹ്മദൊക്കെ പറഞ്ഞത് കാണാം, വിത്ര വേണമെന്ന് വെച്ചുകൊണ്ട് ഒഴിവാക്കുന്ന ഒരാളെ സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലയ്ക്ക് വരെ ഗൗരവത്തിൽ പറഞ്ഞത് കാണാം. അത്രയും ഗൗരവത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിത്ര നിസ്കരിക്കുക എന്നുള്ളത്. الترغيب في أن ينام الإنسان طاهرا ناويا للقيام. ഒരാൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൻ ശുദ്ധിയോടുകൂടി വുദുവോടുകൂടിയും അതുപോലെ തന്നെ രാത്രി നിസ്കാരം നിയ്യത്താക്കിക്കൊണ്ട് രാത്രി നിസ്കരിക്കണമെന്ന നിയ്യത്തോടുകൂടി കിടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ. عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم
മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലക്കുൻ, ആരാണോ രാത്രിയിൽ ത്വാഹിറായിക്കൊണ്ട് ഉറങ്ങുന്നത്. ത്വാഹിർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് ഉലമാക്കൾ പറയുന്നത്. ഒന്ന്, വുളുവോടുകൂടി നജസൊന്നുമില്ലാതെ ശുദ്ധിയായിക്കൊണ്ട് എല്ലാ രീതിയിലും ശുദ്ധിയായിക്കൊണ്ട് വുളുവോടുകൂടി കിടക്കുക എന്നുള്ളത്. രണ്ട്, ബാത്തിനായിട്ടുള്ള ശുദ്ധി, പാപങ്ങളിൽ നിന്നെല്ലാം തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഖൽബിൽ ഒരാളോടും ഒരു മുസ്ലിമിനോടും വിദ്വേഷവും പകയും ഇല്ലാതെ ഖൽബിനെ ശുദ്ധീകരിച്ചുകൊണ്ട്. ഈ രണ്ടവസ്ഥയിൽ ആരാണോ രാത്രി കിടക്കുന്നത്, ബാത ഫീ ശിആരിഹി മലക്കുൻ, അവന്റെ വസ്ത്രത്തിനോട്, അവന്റെ വസ്ത്രം പോലെ അവനോട് അടുത്തുകൊണ്ടൊരു മലക്ക് ഉണ്ടാകും. ഫലാ യസ്തൈഖിദു ഇല്ലാ ഖാലൽ മലക്ക്, അവൻ ഏത് സമയത്ത് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും അല്ലെങ്കിൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ വരെ മലക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറൻ, അല്ലാഹുവേ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണമേ, അവൻ ശുദ്ധിയോടുകൂടിയാണ് ഉറങ്ങിയിട്ടുള്ളത് എന്ന്. അപ്പോൾ വുദു എടുക്കുക എന്നുള്ളത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വേറെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് ലാഹിറായിട്ടുള്ള ശുദ്ധിയാണ്. നജസുകളിൽ നിന്ന് ശുദ്ധിയായി, വലിയ ശുദ്ധിയിൽ നിന്ന് ചെറിയ ശുദ്ധിയായ ഒരു അവസ്ഥയിൽ ഉറങ്ങുക എന്നുള്ളത്. അതിനു പുറമെ ഇവിടെ ബാത്തിനായിട്ടുള്ള പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് വണങ്ങി ഏത് സമയത്തും വേണ്ടതാണ്. എന്നാൽ ഉറക്കം എന്നുള്ളത് അഖുൽ മൗത്താണ്, മരണത്തിന്റെ സഹോദരനാണ്. ആ പേരിലാണ്, അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ ആ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉള്ളും ശുദ്ധിയാക്കി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ മലക്കിന്റെ ഈ പ്രാർത്ഥന ഉണ്ടാകും. وعن معاذ بن جبل رضي الله عنه عن النبي صلى الله عليه وسلم قال ما من مسلم يبيت طاهرا فيتعار من الليل, ഒരു മുസ്ലിം അവൻ ശുദ്ധിയായിക്കൊണ്ട് വുദൂയിലായിക്കൊണ്ട് രാത്രി ഉറങ്ങുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ അവൻ എഴുന്നേറ്റു. ഫയസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ-ആഖിറ ഇല്ലാ അതാഹു അല്ലാഹു ഇയ്യാഹ്, ആ എഴുന്നേറ്റ സമയത്ത് അവൻ ദുനിയാവിലെയും പരലോകത്തിലെയും ഖൈറുകൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അത് നൽകാതിരിക്കുകയില്ല, അള്ളാഹു അത് അവന് നൽകും എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തുഹ്ഹിറു ഹാദിഹിൽ അജ്സാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഈ ശരീരങ്ങളെ ശുദ്ധിയാക്കുക. തുഹ്ഹറകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. فإنه ليس من عبد يبيت طاهرا إلا بات معه في شعاره ملك, ഒരു അടിമ അവൻ വുളുവോടുകൂടി ശുദ്ധിയായിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ അവനോട് ചേർന്ന് മലക്കുണ്ടാകും. ولا ينقلب ساعة من الليل إلا قال, രാത്രിയിലെ ഒരു സമയവും ഉണ്ടാവുകയില്ല മലക്ക് പറയാതെ اللهم اغفر لعبدك فإنه بات طاهرا, അല്ലാഹു ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണമേ, അവൻ ശുദ്ധിയായിട്ടാണ് ശുദ്ധിയോടുകൂടിയാണ് ഉറങ്ങിയിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാത്രി മുഴുവൻ. നമ്മൾ ആകേണ്ട ചെയ്താൽ മതി, വുദു എടുത്ത് ഇഖ്ലാസോടുകൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലക്കിന്റെ പ്രാർത്ഥനയാണ് രാത്രി മുഴുവൻ നമുക്ക് ലഭിക്കുക. وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال ما من امرئ تكون له صلاة بليل فيغلبه عليها نوم, ഒരു അടിമ അവൻ രാത്രി നിസ്കരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവന് ഉറങ്ങിപ്പോയി, എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ഇല്ലാ കതബല്ലാഹു ലഹു അജ്റ സലാത്തിഹി, അങ്ങനെ അവൻ ഉറങ്ങിപ്പോയത് കാരണം രാത്രി നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അവൻ നിയത്ത് വെച്ചിട്ടാണ് കിടന്നത്, നിസ്കരിക്കുന്ന ആളാണ്, ആ ഉദ്ദേശിച്ചിട്ട് കിടന്നാണ്, പക്ഷെ ഉറങ്ങിപ്പോയി, അവന്റെ മേലെ അല്ലാഹു തആല ആ നിസ്കാരം രേഖപ്പെടുത്തും. വകാന നൗമുഹു അലൈഹി സദഖത്തുൻ, അവന്റെ വകാന നൗമുഹു അലൈഹി സദഖത്തൻ, അവന്റെ ആ ഉറക്കം എന്നുള്ളത് അവനുള്ള ഒരു സദഖയാണ്. അവൻ പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവൻ സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ടും ആ ഉദ്ദേശത്തിൽ കിടന്നതുകൊണ്ടും അവൻ ഉറങ്ങിപ്പോയത് കാരണം അവൻ നിസ്കരിച്ചതായി രേഖപ്പെടുത്തും. وعن أبي الدرداء رضي الله عنه يبلغ به النبي صلى الله عليه وسلم قال من أتى فراشه وهو ينوي أن يقوم يصلي من الليل, ഒരാൾ അവന്റെ കിടപ്പറയിൽ എത്തുകയാണ്, കിടക്കാൻ പോവുകയാണ്, അവന്റെ നിയത്തുണ്ട് രാത്രി നിന്ന് നിസ്കരിക്കണം എന്നുള്ള നിയത്തോടു കൂടിയാണ്. فغلبته عينه حتى أصبح, പക്ഷേ പ്രഭാതമാകുന്നവരെ സുബ്ഹ ആകുന്നവരെ അവൻ ഉറങ്ങിപ്പോയി. കുതിബ ലഹു മാ നവാ, അവൻ എന്താണോ നിയത്ത് വെച്ചത് അത് സത്യസന്ധമാണെങ്കിൽ അതവിടെ രേഖപ്പെടുത്തും. വകാന നൗമുഹു സദഖതൻ അലൈഹി മിൻ റബ്ബിഹി, അവന്റെ ഉറക്കം അല്ലാഹുവിൽ നിന്നുള്ള ഒരു സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസിൽ വഅൻ അബീ ദർദിൻ ഔ അബി ദർദാ ശക്ക ശുഅബ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ദർദാഓ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, മാ മിൻ അബ്ദിൻ യുഹദ്ദിസു നഫ്സഹു ബിഖിയാമി സാഅത്തിൻ മിനൽ ലൈൽ, ഒരാൾ അവനവന്റെ സ്വന്തത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് രാത്രിയിൽ നിസ്കരിക്കണമെന്ന്,
മിനൽ ലൈൽ ഫയനാമു അൻഹ, പക്ഷെ അവൻ ഉറങ്ങിപ്പോയി. ഇല്ലാ കാന നൗമുഹു സദഖതൻ തസദ്ദഖ അല്ലാഹു ബിഹാ അലൈഹി, അവന്റെ ഉറക്കം അള്ളാഹു അവന് നൽകിയൊരു സ്വതക്കയാണ്. വകതബ ലഹു അജ്റ മാ നവ, അവൻ നിയ്യത്ത് വെച്ചത് അവന് രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോ ഇതിൽ പറഞ്ഞത് ഒന്ന്, രാത്രി താഹിറായിക്കൊണ്ട് ശുദ്ധിയോടുകൂടി അകവും പുറവും എല്ലാം നല്ല അവസ്ഥയിലായിക്കൊണ്ട് ഉറങ്ങിയാൽ മലക്കിന്റെ ദുആ പ്രഭാതം വരെ ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത്, നമ്മൾക്ക് രാത്രി നിസ്കരിക്കാനുള്ള നിയ്യത്ത് സത്യസന്ധമാണ് എങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രതിഫലം ലഭിക്കും. അതുപോലെ സ്ഥിരമായി നിസ്കരിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ദിവസം സാധിച്ചില്ല, ഉറങ്ങിപ്പോയി, അങ്ങനെ എന്തെങ്കിലും അവൻ ആ നിയ്യത്ത്, അവന്റെ സത്യസന്ധമായ നിയ്യത്തുള്ളത് കൊണ്ട് അതിന് അല്ലാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.